ത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മെയ് 14. സന്തോഷവും ജ്ഞാനവും. ആകയാൽ ഞാൻ സന്തോഷത്തെ പ്രശംസിച്ചു. തിന്നുകുടിച്ച് സന്തോഷിക്കുന്നതല്ലാതെ മനുഷ്യന് സൂര്യന്റെ കീഴിൽ മറ്റൊരു നന്മയുമില്ലല്ലോ. സഭാപ്രസംഗിയുടെ പുസ്തകം 8-ാം അധ്യായം 15-ാം വാക്യം. എല്ലാ വസന്തകാലത്തും അതിമനോഹരമായ ഇളം പിങ്ക് നിറത്തിലുള്ളതും സുഗന്ധമുള്ളതുമായ പൂക്കൾ ജപ്പാനെ നിറയ്ക്കുന്നു. ഇത് അവിടുത്തെ താമസക്കാരുടെയും വിനോദസഞ്ചാരികളുടെയും മനസ്സിനെ ഒരുപോലെ ആനന്ദിപ്പിക്കുന്നു. അധികം ആയുസ്സില്ലാത്ത ഈ പൂക്കളുടെ സ്വഭാവം അവ വിരിയുമ്പോൾ അവയുടെ സൗന്ദര്യവും ഗന്ധവും ആസ്വദിക്കാനുള്ള തീക്ഷ്ണമായ അവബോധം ജപ്പാൻകാരിൽ വളർത്തുന്നു. അനുഭവത്തിൻ്റെ ക്ഷണികത അതിൻ്റെ മനോഹാരിതയെ വർദ്ധിപ്പിക്കുന്നു. പെട്ടെന്ന് മാറുന്ന ഒന്നിൻ്റെ ഈ ബോധപൂർവമായ ആസ്വാദനത്തെ അവർ മോണോ നോ ആവേർ എന്ന് വിളിക്കുന്നു. മനുഷ്യരെന്ന നിലയിൽ സന്തോഷം തേടാനും അതിൻ്റെ സമയം ദീർഘിപ്പിക്കാനും നാം ആഗ്രഹിക്കുന്നു എന്നത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. എന്നിട്ടും ജീവിതം കഷ്ടപ്പാടുകളാൽ നിറഞ്ഞതാണ് എന്ന യാഥാർത്ഥ്യം അർത്ഥമാക്കുന്നത് സ്നേഹവാനായ ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ ലെൻസിലൂടെ വേദനയെയും സന്തോഷത്തെയും വീക്ഷിക്കാനുള്ള കഴിവ് നാം വളർത്തിയെടുക്കണമെന്നാണ്. നാം അമിതമായ അശുഭാപ്തി വിശ്വാസികളാകേണ്ടതില്ല. ജീവിതത്തെക്കുറിച്ച് നാം ശുഭകരമാണ് എന്ന ചിന്താഗതിയും പാടില്ല. സഭാപ്രസംഗിയുടെ പുസ്തകം നമുക്ക് സഹായകരമായ ഒരു മാതൃക വാഗ്ദാനം ചെയ്യുന്നു. ഈ പുസ്തകം ചിലപ്പോൾ നിഷേധാത്മക പ്രസ്താവനകളുടെ പുസ്തകം ആണെന്ന് കരുതപ്പെടുന്നുണ്ടെങ്കിലും എല്ലാം മായ എന്നെഴുതിയ അതേ ശലോമോൻ രാജാവ് തന്നെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിലെ ലളിതമായ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ തൻ്റെ വായനക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നു. തിന്നു കുടിച്ച് സന്തോഷിക്കുന്നതല്ലാതെ മനുഷ്യന് സൂര്യൻ്റെ കീഴിൽ മറ്റൊരു നന്മയുമില്ലല്ലോ. നല്ല സമയങ്ങളിലും പ്രയാസഘട്ടങ്ങളിലും ജ്ഞാനം ഗ്രഹിക്കാനും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നിരീക്ഷിക്കാനും പഠിക്കാനും നമ്മെ സഹായിക്കാൻ നാം ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ സന്തോഷം ലഭിക്കുന്നു. ഇവ രണ്ടും, നല്ല സമയങ്ങളും പ്രയാസഘട്ടങ്ങളും, സ്വർഗത്തിൻ്റെ ഇപ്പുറത്ത് ശാശ്വതമല്ലെന്ന് നാം അറിയുന്നു. ചിന്തിക്കുക, നിങ്ങളിപ്പോൾ ഏത് ഘട്ടത്തിലൂടെയാണ് സന്തോഷം അല്ലെങ്കിൽ പ്രയാസം കടന്നു പോകുന്നത്? അതിൽ നിങ്ങൾക്ക് എങ്ങനെ സന്തോഷം കണ്ടെത്താനാകും? ദൈവത്തിന് മഹത്വം.